KSEB വൈദ്യുതി നിരക്ക് കൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് 111 പേജുള്ള ശുപാർശയാണ് റെഗുലേറ്ററി കമ്മീഷൻ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കേരളത്തിൽ ഒരു മാധ്യമവും ആ ശുപാർശ ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്ന കുറ്റം പറയല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്ന കണ്ടപ്പം കേരളത്തിലെ ഒരു ചാനൽ ആ റിപ്പോർട്ടുമായിട്ട് ഇറങ്ങി ഓടുകയാണ്. ഇതാണ് റിപ്പോർട്ട്, വേറെ ആർക്കും ഇത് കിട്ടാത്ത പോലെ. ജനങ്ങളെ ബാധിക്കുന്ന ഈ 111 പേജുള്ള റിപ്പോർട്ട് ഇവരുടെ റെഗുലേറ്ററി കമ്മീഷനിൽ അപ്ലോഡ് ചെയ്തതിനു ശേഷം കേരളത്തിൽ ഒരു മാധ്യമങ്ങളും എന്താന്ന് നോക്കിയിട്ടില്ല. അതായത് ഒരു പള്ളിക്കണക്ക് എഴുതുകയാണെങ്കിൽ പോലും അതിൽ വരവ് ചെലവുകൾ കൂട്ടി എഴുതും. അതിന്റെ സെക്രട്ടറിയുടെ ഒപ്പ് കാണും. ഇതൊന്നുമില്ലാതെ ഒപ്പില്ല, സീലില്ല, ആരാണ് ഇത് കൊടുത്തതെന്നുള്ള ഒരു ശുപാർശ കൊടുത്തിരിക്കുകയാണ്. അതിൽ കണക്കുകളെ പറ്റി പറയുന്നില്ല, കടമാണോ എന്ന് പറയുന്നില്ല, കുറെ ടെക്നിക്കൽ ടേംസ് മാത്രമേ പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ KSEBക്ക് ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം ഒരു അപേക്ഷ കൊടുത്തു. 2023-24 കാലഘട്ടങ്ങളിൽ KSEB ലാഭത്തിലാണോ നഷ്ടത്തിലാണോ? എനിക്ക് കിട്ടിയ ഉത്തരം 218 കോടി രൂപ ലാഭത്തിലാണ് എന്നാണ്. അപ്പൊ സ്വാഭാവികമായ ലാഭത്തിലുള്ള ഒരു കമ്പനി എന്തിനാണ് വൈദ്യുതി കൂട്ടാൻ പോകുന്നത്? ലാഭത്തിലുള്ള ഒരു കമ്പനി ഈ പറയുന്ന വൈദ്യുതി കൂട്ടാനുള്ള ശുപാർശ കൊടുത്തിരിക്കുന്നത് തട്ടിപ്പല്ലേ? നിങ്ങളിത് പ്രോപ്പർ ഒരു പരമ്പര ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊരു ഡിബേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസക്കാലം മുഴുവൻ ജനങ്ങൾക്കിടയിൽ നിൽക്കാൻ പറ്റുന്ന ന്യൂസ് ഞങ്ങൾ തരാം. ഇത്തരം ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ കേരള മാധ്യമങ്ങളും കൂടെ തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ മാധ്യമങ്ങളുടെ സ്വീകാര്യത കുറയുന്നൊരു അഭ്യർത്ഥന കൂടി ഒരു ഇൻഡിവിജ്വൽ നിലയിൽ